പ്രാർത്ഥന കഴിയുമ്പോൾ, ഈ വചനം കേട്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടത് എനിക്ക് അനുഭവിക്കാൻ കഴിയണം. അത് ഇപ്പോൾ ഇങ്ങനെ ലൈവായി കേൾക്കുന്നവരുണ്ട്, നാളെ ഇതൊരു സമയത്ത് ഓൺലൈനിലൂടെ മീഡിയയിലൂടെ കേൾക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ദൈവം അതിനെ മാറ്റുന്നത് നിങ്ങൾക്ക് ദൈവനാമത്തിൽ അനുഭവിക്കാൻ കഴിയണം. ദൈവവചനത്തിലൂടെ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് ജീവിതം മുന്നോട്ട് പോകാൻ തുടങ്ങും. ദൈവവചനം കേട്ട് ഒരാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്നത് ജീവിതം പുറകോട്ട് പോകാൻ തുടങ്ങുമല്ല, ജീവിതം മുന്നോട്ട് പോകാൻ തുടങ്ങും. മുന്നോട്ട് പോകാനാണ് പല പ്രതിസന്ധികളും നമുക്കുള്ളത്. ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ ജീവിതവും മുന്നോട്ട് പോകുന്ന അനുഭവമാണ് നാളുകളിൽ നിങ്ങളുടെ സാക്ഷ്യമായി വെളിപ്പെടുന്നത്. വിശ്വാസത്തോടെ പറ, ഒരു സാക്ഷ്യം പറയുവാൻ ഇടയാകത്തക്ക വിധം ഞാനും എൻ്റെ കുടുംബവും ഇന്ന് കേൾക്കുന്ന വചനത്താൽ അനുഗ്രഹിക്കപ്പെടും. ഈ വചനം കേൾക്കുന്നവരെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങളിൽ അങ്ങയുടെ ദൂതന്മാരെ നാലു വശത്തും കാവൽ ഏർപ്പെടുത്തണമേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അല്പനേരം പ്രാർത്ഥിക്കാനായി തെരഞ്ഞെടുത്ത ഒരു ഭാഗം, ആ വാക്യം സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. ഇന്ന് പ്രസംഗിക്കുവാൻ പോകുന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനമായി ആദ്യം ഈ വചനം നിങ്ങൾ കേൾക്കുക. സുഭാഷിതങ്ങളുടെ പുസ്തകം 4:10. മകനെ എന്റെ വാക്ക് നിന്റെ ഹൃദയത്തിൽ പതിയട്ടെ. ചെവിയിൽ കേൾക്കട്ടെ എന്ന് മാത്രമല്ല, മകനെ എന്റെ വാക്ക് നിന്റെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കട്ടെ. എന്തോ ഒരു പ്രത്യേകതയുണ്ട് അങ്ങനെ കിട്ടിയാലൊരു ഗുണം. എപ്പോൾ ദൈവത്തിന്റെ വചനം നിന്റെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുമ്പോൾ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ആണ് ദീർഘായുസ്. ദീർഘായുസ് ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. നിങ്ങളുടെ ശരീരത്തിന്റെ അകവും പുറവും ദൈവം സംരക്ഷിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കുക, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. എൻ്റെ ശരീരം എനിക്ക് കാണാൻ പറ്റും, പക്ഷെ എൻ്റെ അകം എനിക്ക് കാണാൻ കഴിയില്ല. നമുക്കറിയില്ല നമ്മുടെ തലയിൽ മുഴ വളരുന്നുണ്ടോ, വയറിൽ ട്യൂമർ വളർന്നുകൊണ്ടിരിക്കുവാണോ, ഹാർട്ടിന്റെ ഭാഗത്ത് ബ്ലോക്ക് രൂപപ്പെട്ടുകൊണ്ടിരിക്കുവാണോ, ഒന്നും നമുക്കറിയത്തില്ല. എന്തെങ്കിലും ഒരു പ്രയാസം വന്ന് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ട്യൂമറുണ്ട്, മുഴയുണ്ട്, പ്രശ്നമാണ്, നിങ്ങൾ അഡ്മിറ്റ് ആകണം, ബ്ലോക്കുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്സിനു വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. അതിനുശേഷമേ പ്രാർത്ഥിക്കാവുള്ളൂ അതിരുകൾ വിസ്തൃതമാക്കണമേ എന്ന്. ആരോഗ്യവും ആയുസ്സും ഇല്ല, കുറെ അതിര് വിസ്തൃതമായിട്ട് ഒരു കാര്യമില്ല. അനുഭവിക്കാൻ നമ്മൾ ഉണ്ടാകണം, അല്ലാതെ അതിരുകൾ വിസ്തൃതമായിട്ട് കാര്യമില്ല. ഒരാൾ സങ്കടത്തോടെ പറഞ്ഞ പോലെ, ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച വീട് പണിതത്, പക്ഷേ വീട് പണിതയാൾക്ക് ആ വീട്ടിൽ അധികം നാൾ താമസിക്കാൻ കഴിഞ്ഞില്ല, പെട്ടെന്ന് മരിച്ചുപോയി. നമുക്കെല്ലാവരും പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങളടക്കം എല്ലാവരും, ദൈവമേ ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് എനിക്കും എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും വേണം. അതിനുശേഷം പ്രാർത്ഥിക്കേണ്ട, കർത്താവേ ഞങ്ങളുടെ അതിരുകളെ
വിസ്തൃതമാക്കണമേ. ആമേൻ. ഇത് യാബസിന്റെ പ്രാർത്ഥനയാണ്. ഞാനതൊന്നും കൂടി ഒന്ന് പറയാൻ ആഗ്രഹിക്കുക. ബൈബിൾ പറയുവാണ്, എന്റെ വാക്ക്, എന്റെ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ പതിയട്ടെ, അകത്തിരിക്കട്ടെ. അത് നിനക്ക് ദീർഘായുസ് തരാൻ ശക്തിയുള്ളതാണ്. എല്ലാ മനുഷ്യന്റെ ആഗ്രഹമാണ് ദീർഘായുസ്, ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്. എങ്ങനെയുള്ള ദീർഘായുസ് ബുദ്ധിമുട്ടാ പലർക്കും. എത്ര നാളായി ഇങ്ങനെ ഈ മനുഷ്യൻ കിടക്കുന്നു, മരിച്ചു കിട്ടിയാൽ മതി എന്ന് പറയും ചിലര്. വീട്ടുകാരെല്ലാം മടുത്തു. ഒരു നല്ല മരണത്തിനായി പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടത് വെറും ദീർഘായുസല്ല, ആരോഗ്യമുള്ളൊരു ശരീരത്തോടെയുള്ള ദീർഘായുസ്. ഹല്ലേലൂയ, വേണ്ട. അതാ ബൈബിൾ പറയുവാണ്, മകനെ, എൻ്റെ ഈ വാക്ക്, ദൈവത്തിൻ്റെ വാക്ക് നിന്റെ ഹൃദയത്തിൽ പതിയണം. അതാദ്യം പതിയേണ്ടത് അതാണ്. അപ്പോൾ നിനക്ക് ദീർഘമായ ദീർഘായുസ്സുണ്ടാകും. ആദ്യം ഒന്ന് പ്രാർത്ഥിക്കുക. ദുർമരണങ്ങൾ സംഭവിച്ച വേദനകൾ പലരുടെയും മനസ്സിലുണ്ട്. ചില അപകട മരണങ്ങൾ. ഞാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന ഒരാളും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുവാൻ ഇടയാകരുത്. അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾ വിഷം കഴിച്ച് മരിച്ചു എന്ന് കേൾക്കുവാൻ ഇടയാകരുത്. ദൈവവചനം കേൾക്കുവാൻ ഈ ആലയത്തിൽ വരുന്ന ഒരാളുടെയും വീട് ജപ്തി ചെയ്തു പോയി എന്ന് കേൾക്കാൻ ഇടയാകരുത്. ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളുടെയും ജീവിതം പാതി വഴിക്ക് നിന്നുപോയി എന്ന് കേൾക്കാൻ ഇടയാകരുത്. ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളുടെയും വീട് നശിച്ചു എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഉചിതമായ സമയത്ത് അവരുടെ വിവാഹം നടന്നു എന്ന് കേൾക്കാൻ ഇടയാകണം. അവർക്ക് അനുഗ്രഹമുള്ള തലമുറ ഉണ്ടായി എന്ന് കേൾക്കാൻ ഇടവരണം. ഒരാളുടെ ഇവിടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന, നിയോഗം സമർപ്പിക്കുന്ന ഒരാളുടെയും ബിസിനസ്സോ വരുമാന മാർഗമോ അടഞ്ഞുപോയി എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഇവിടെ പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരുകളുണ്ട്. അതിലൊരു കുഞ്ഞു പോലും മദ്യത്തിലാണ്, മയക്കുമരുന്നിലാണ്, ലഹരിക്കടിമയായി പോലീസ് പിടിച്ചു ജയിലിൽ കിടക്കുവാന്ന് കേൾക്കാൻ ഇടയാകരുത്. പകരമോ, നാളുകളിൽ ഓരോ സ്വപ്നങ്ങളുള്ളവരാണ് ഓരോരുത്തരും. ഓരോ നിലകളിലെത്തിയെന്നും ആ വീടിനും ദേശത്തിനും അനുഗ്രഹമാണെന്നും കേൾക്കുവാൻ ഇടവരണം. കേൾക്കുവാൻ ഇടവരണമെന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഞങ്ങൾക്ക് കേൾക്കാൻ, വചനം കേട്ട് പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് കേൾക്കാൻ ഇടവരരുത്. ആ കൊച്ചൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയി, ഞങ്ങൾ ഭയങ്കര വിഷമത്തിലാ, കേൾക്കാൻ ഇടവരരുത്. വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞു പോലും ജീവിതത്തിൽ എവിടെ എത്തിയില്ല എന്ന് കേൾക്കാൻ ഇടയാകരുത്. രക്ഷപ്പെട്ടു എന്ന് കേൾക്കാൻ ഞങ്ങൾക്കിടവരണം. ഹല്ലേലൂയ. ഇതെല്ലാം ഈ ഭാഗമാ. ദൈവവചനം ഹൃദയത്തിൽ നിറയുമ്പം അത് നിനക്കെല്ലാ അർത്ഥത്തിലും അനുഗ്രഹത്തെ കൊണ്ടുവരാൻ തുടങ്ങും. ഹല്ലേലൂയ. ഒന്ന് ശബ്ദമുയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. പഴയ നിയമത്തിൽ 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ ഒരു പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഈ വചനം നിങ്ങളെ സ്വാധീനിക്കും, അത് ഉപകാരമുള്ളതാണ്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്ന ഒരാളുടെ പേര് ഒരുപാട് പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ശ്രദ്ധിക്കാത്തൊരു വാക്ക് കിടപ്പുണ്ട്, അത് മറക്കല്ല്. പ്രാർത്ഥിച്ച ആളുടെ പേരെഴുതിയിട്ടുണ്ട്, യാബസ്. ഒന്ന് വായിക്കാം. യാബസ് അവന്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. യാബസ് എന്ന് പറയുന്ന ഒരാൾ അവന്റെ കൂടപ്പിറപ്പിനേക്കാളൊക്കെ മിടുക്കനായിട്ട് മാറി, നല്ല നിലയിലെത്തിന്ന്. അപ്പൊ എന്തോ കാരണമുണ്ട്, അതാ അങ്ങനെ എഴുതാൻ കാരണം. അതാണ് 10-ാമത്തെ വാക്യം. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചതാണ്.
അവൻ എല്ലാവരെക്കാളും മിടുക്കനാകാനുള്ള ഒന്നാമത്തെ കാരണം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരെ കളിയാക്കുന്നവരും പ്രാർത്ഥന നിർത്തിയവരും ഒരുപാട് പേരുണ്ട്. പ്രാർത്ഥിക്കുന്നവരും ഒരുപാട് പേരുണ്ട്. പ്രാർത്ഥിച്ച യാബസ് തന്റെ സഹോദരന്മാരെക്കാൾ മിടുക്കനായെന്ന് എഴുതിയിരിക്കുന്നേ. ആമേൻ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ, ആ പ്രാർത്ഥന കിട്ടുന്നവൻ, ദൈവസന്നിധിയിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ആമേൻ. അടുത്ത വാക്യം കൂടെ വായിക്കുകയാണ്. ദൈവമേ, യാബസ് എന്നതാ പ്രാർത്ഥിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. ദൈവമേ, യാബസ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് എഴുതുന്നത്. ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. എന്റെ അതിരുകൾ ചുമ്മാ ഇങ്ങനെ വിസ്തൃതമാകണ്ട, എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിര് വിസ്തൃതമാകണം. ആമേൻ. കൃത്യം ഫോക്കസ് ചെയ്തിരിക്കുന്നത് കണ്ടോ? എന്റെ അതിരുകൾ വിസ്തൃതമാകണമെന്നല്ല, എന്നെ അനുഗ്രഹിച്ച്. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കുക, എങ്ങനെയേലും അതിര് വിസ്തൃതമായി. കുറെ പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, എങ്ങനെ അനുഗ്രഹിച്ചുള്ള സമ്പത്താ വേണ്ടത്. ഹല്ലേലൂയ. ദൈവാനുഗ്രഹമുള്ള ജീവിതമാ വേണ്ടത്. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിച്ച്, ദൈവമേ എന്നെ അനുഗ്രഹിച്ചൊരു നല്ല ജീവിതം തരണം. ആമേൻ. എന്നെ അനുഗ്രഹിച്ച് എനിക്ക് ആ ലക്ഷ്യത്തിലെത്താൻ പറ്റണം. ഹല്ലേലൂയ. എന്നെ അനുഗ്രഹിച്ച് എനിക്ക് വിജയിക്കാൻ പറ്റണം. ആമേൻ. യാബസ് പ്രാർത്ഥിച്ചു, ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമെന്ന് മാത്രമല്ല, ദൈവമേ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെ അനുഗ്രഹിച്ച് എന്റെ കുടുംബത്തെ മാനിക്കണമേ. എന്നെ അനുഗ്രഹിച്ച് എന്റെ തലമുറയെ അനുഗ്രഹിക്കണമേ. ആമേൻ. അനുഗ്രഹത്തിൽ വരുന്നതാ അത് മറ്റൊരു അനുഗ്രഹത്തിന് കാരണമാകുന്നത്. ഒന്നും കൂടെ വായിക്കാം ആ വാക്യം. ദൈവമേ, അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. പോരാ, അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട്. അങ്ങയുടെ കരം, ദൈവമേ നിന്റെ കരം, നിന്റെ കൈ എന്നോടുകൂടെ ഇരിക്കണമേ. ഞാൻ എവിടെ പോകുമ്പോഴും ദൈവമേ നിന്റെ കരം എന്റെ കൂടെ ഉണ്ടാകണമേ. അടുത്ത വാക്യമാണ് ശ്രദ്ധിക്കാത്തൊരു വാക്ക്, വിപത്തുകളിൽ. ആ വാക്ക് എന്താ നോക്കിയേ? വിപത്ത്, ആപത്ത്. അതിരുകൾ വിസ്തൃതമാക്കി എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് 5-ാം അധ്യായം തുടങ്ങുമല്ല. യാബസ് പറഞ്ഞു, ആപത്തുകൾ ഉണ്ടാകരുത്, അനർത്ഥങ്ങൾ ഉണ്ടാകരുത്. എഴുതിയിരിക്കുവാണ്, വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുക. അത് പെട്ടെന്ന് ആരും ശ്രദ്ധിക്കത്തില്ല. എന്റെ അതിരുകൾ വിസ്തൃതമാകണം, എനിക്ക് എല്ലാ രീതിയിലും രക്ഷപ്പെടണം, ആരും പ്രാർത്ഥിക്കില്ല. വിപത്തുകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന്. ചില ആളുകൾ എല്ലാം നേടും, പക്ഷെ അനുഭവിക്കുന്നതിന് മുമ്പ് എന്തേലും ഒരു വിപത്ത് വന്ന് അതങ്ങ് ഇല്ലാതാകും. അതാ മുമ്പേ പറഞ്ഞു, വീട് വെച്ചു പക്ഷെ താമസിക്കാൻ പറ്റിയില്ല, വാഹനം മേടിച്ചു പക്ഷെ അത് അങ്ങ് പറ്റുന്നില്ല, കുടുംബജീവിതം ആരംഭിച്ചു പക്ഷെ സന്തോഷമില്ല. വിപത്തുകളിൽ നിന്ന്. അതിനൊരു ഉദാഹരണം പറയാം. ഒരു മനുഷ്യൻ, ഒരാൾ ഒന്നുമില്ലാത്ത ഒരാളായിരുന്നു. അദ്ദേഹം ഒരു കച്ചവട സ്ഥാപനത്തിൽ ആ മുതലാളിക്ക് ചായ കൊണ്ട് കൊടുക്കുന്ന ആളായിരുന്നു. ചായ കൊണ്ട് അയാൾ പറയും 10 മണിക്കൊരു ചായ, 4 മണിക്കൊരു ചായ കൊണ്ട് കൊടുക്കുന്ന ഒരു വലിയ വിദ്യാഭ്യാസമില്ലാത്ത ഒരു പയ്യൻ, ഒരു സാധാരണ ആള്, വിദ്യാഭ്യാസം ഇല്ല. 3 വർഷം കഴിഞ്ഞപ്പോൾ ആ കടയുടെ മുതലാളി ടൗണിൽ നിന്ന് അല്പം മാറി വേറൊരു കച്ചവട സ്ഥാപനം തുറന്നപ്പം ഇവനെ അവിടെ ഇരുത്തി. കഥയല്ല പറയുന്നത്. അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു, ഡെയിലി കണക്ക് കൊണ്ടുവരണം. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ മുതലാളി പറയുവാണ്, ആ സ്ഥാപനം നിന്റെ പേർക്ക് ഞാൻ തരുവാണ്, ഇനി നീ മുന്നോട്ട് പോക്കോണം. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഈ മുതലാളി സാമ്പത്തികമായി പൊട്ടിത്തകർന്ന് പണ്ട് കൂലിവേലയായി നിന്നവൻ ആ സ്ഥാപനം കൂടെ മേടിച്ചു. ഇന്ന് ഒരു വലിയ ലോകം അയാൾ നേടി, വലിയ ലോകം അദ്ദേഹം നേടി. ഒരു 16 ലോറി ഗോഡൌണിൽ കയറി അടച്ച ഈ ലോറി എവിടെയാ കിടക്കുന്നതെന്ന് അറിയത്തില്ല. അത്രയും വലിയ ഗോഡൌൺ ഉണ്ടായി അദ്ദേഹത്തിന്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വലിയ ലോറികൾ ഇടാൻ സൗകര്യമുള്ള ഗോഡൌണുകളുണ്ട്. പക്ഷെ അദ്ദേഹം എല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം അധികം താമസിയാതെ രോഗിയായി അഡ്മിറ്റ് ആകുന്നു. മുഴുവൻ പണവും
സ്വാധീനം ഉപയോഗിച്ച് ചികിത്സിക്കുന്നു, മരിക്കുന്നു. അയാൾ മരിച്ചു, അടക്കി, എല്ലാം നേടി. പക്ഷേ വിപത്തുകളിൽ നിന്ന് സംരക്ഷിക്കണേ എന്ന് ചിലപ്പോ പ്രാർത്ഥിച്ചു കാണില്ലായിരിക്കാം. അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം എൻ്റെ അതിര് വിസ്തൃതമാകണം, ശുശ്രൂഷ വലുതാകണം, പേര് വലുതാകണം, പ്രശസ്തി വലുതാകണം. അതിനു മുമ്പ് പറയണം, എന്നെ എല്ലാ വിപത്തുകളിൽ നിന്ന് കാത്തുകൊള്ളണമേ. ഹല്ലേലൂയ. കാണുമ്പോൾ എനിക്കും നിങ്ങൾക്കും ശത്രുക്കളില്ല. പറമ്പിൽ നിൽക്കുന്ന വാഴയ്ക്ക് വരെ ശത്രുവുണ്ട്. ഒരു വർഷമേ ഒരു വാഴയുടെ ആയുസുള്ളൂ. അതിനുമുമ്പ് കൊല കൊത്തും. കൂടിപ്പോയ 1.5 വർഷം. ആ വാഴയ്ക്ക് പോലും ഉണ്ട് തണ്ട് തുരപ്പം പുഴു, ശത്രുവാ. അതിൻ്റെ വാഴ എന്നാ തെറ്റ് ചെയ്തിട്ടാ ശത്രുത വാഴയോട്? വാഴ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വാഴ അവിടെ ചുമ്മാ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ തണ്ട് തിന്നുന്ന പുഴുവുണ്ട്. വാഴയ്ക്ക് പോലും അതിനെ നശിപ്പിക്കുന്ന ഒരെണ്ണം പിണ്ടിയെ കൂടെ കയറിപ്പോകും. കുറച്ച് കഴിയുമ്പം അത് കുത്തി മറിഞ്ഞ് താഴോട്ട് കിടക്കും. അത് പൊളിച്ചു നോക്കുമ്പോൾ അറിയാം, കുറെ പുഴു ഇതിൻ്റെ അകത്തെ മുഴുവൻ പിണ്ടി തിന്ന് ബലമില്ലാതെ മറിഞ്ഞു പോയതാ. ഇത് കൊലയ്ക്കുന്നതിന് മുമ്പ് പോയി. അപ്പോഴാ നമ്മൾ പറയുന്നത്, എനിക്ക് ഒരു പ്രശ്നവുമില്ല, എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് പ്രതിസന്ധികളില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പറയരുത്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെ അനുഗ്രഹിക്കണം, എല്ലാ വിപത്തുകളിൽ നിന്ന് എന്നെ രക്ഷിക്കണം, എന്റെ അതിരുകളെ വിസ്തൃതം. അങ്ങനെ എനിക്ക് അതിര് വിസ്തൃതമായാൽ മതി. എല്ലാം എനിക്ക് വേണ്ട, ദൈവം തന്നത് എനിക്ക് മതി. ദൈവം വേണ്ട എന്ന് പറഞ്ഞതൊന്നും, അതെന്ത് വലുതാണേലും എന്ത് നല്ലതായാലും നോ, എനിക്ക് വേണ്ട. ദൈവം തന്നത് മതി. ചെറിയ ശുശ്രൂഷയുള്ളൂ, അത് മതി. ദൈവം തന്ന മനുഷ്യരും ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ദൈവം ചിലരുടെ ജീവിതത്തിൽ നിന്നും മാറ്റും. ചില ആളുകളെ ദൈവം ചിലരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയും, ചിലരെ ചേർത്ത് നിർത്തും. ഇത് രണ്ടും ദൈവ പദ്ധതിയാണ്. രണ്ടും. നിങ്ങളും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ബോധ്യമാ ലഭിക്കുന്നത്. ചുമ്മാ ഒരു ഒച്ചയുള്ള ഒരു പ്രസംഗമല്ല ഇത്. ദൈവമേ എന്നെ എല്ലാ വിപത്തുകളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ദുർമരണത്തിൽ നിന്ന് എന്റെ ശരീരത്തെ, എന്റെ ആന്തരിക അവയവങ്ങളെ പോലും സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഞാൻ നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, എല്ലാം ഓക്കെ ആയിരിക്കും. അല്ല, നീ കാണുന്നില്ല, നമ്മളിത് കാണുന്നില്ലല്ലോ. ദൈവമേ എന്റെ ശരീരത്തെ അകവും പുറവും ഒരു പ്രതിസന്ധിയും കൂടാതെ എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിക്കണമേ. എന്നിട്ട് പ്രാർത്ഥിക്കണം, എന്റെ അതിരുകളെ അനുഗ്രഹിച്ച് വിസ്തൃതമാക്കണമേ. എല്ലാത്തിനും ശത്രുവുണ്ട്. വാഴയ്ക്ക് ശത്രുവുണ്ട്. മുറ്റത്ത് 10 ചോട് പയറിട്ട് നോക്ക്, അന്നേരം ഉണ്ടാവും ഇന്ന് വരെ കാണാത്തില്ലാത്ത മുഞ്ഞ അതേ പിടിച്ചിരിക്കുന്നു. പയറിനെ വളരാൻ സമ്മതിക്കുന്നില്ല. ഇത്രേ ഒരു കൈയോളം നീളം ഉണ്ടാകേണ്ട പയറാ മുഞ്ഞ തിന്ന് അത് വിരലിന് അത്രയായിട്ട് ചുരുണ്ട് നിൽക്കുവോ അവിടെ. പയർ എന്നാ തെറ്റ് ചെയ്തിട്ടാ? ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അതിന്റെ വളർച്ചയെ ഇല്ലാതാക്കുന്ന മുഞ്ഞ അതേലുണ്ട്, വാഴയിലുണ്ട്, എല്ലാത്തിനും ഉണ്ട്. ആ മുറ്റത്ത് നിൽക്കുന്ന പ്ലാവെ നോക്കിയാൽ കാണാം, അതേ മുഴുവൻ ഇത്തിൽ കണ്ണി നിൽക്കുക. ഞാൻ ഈ ഇടയ്ക്ക് അവിടെ പോയി നോക്കിയപ്പോൾ എൻ്റെ 2 കമ്പ് ഉണങ്ങി നിൽക്കുന്നു. നോക്കിയപ്പോഴാ ഒരാൾ പറഞ്ഞു, അതേ ഇത്തിക്കണ്ണിയുണ്ട്, അത് ആരെയും കയറ്റി വെട്ടിമുറിച്ച് കളഞ്ഞില്ലെങ്കിൽ ആ പ്ലാവ് മൊത്തം ഉണങ്ങിപ്പോകുന്നു. ആ പ്ലാവ് എന്തേലും തെറ്റ് ചെയ്തിട്ടാണോ? അതിന് പോലും ഉണ്ട്. ആ വെറുതെ നിൽക്കുന്ന പ്ലാവിന് പോലും ശത്രുക്കളുണ്ട്. എങ്ങനെയാ ശത്രുക്കൾ ഉണ്ടാകുന്നത്? ശത്രുക്കൾ ചുമ്മാതുണ്ടാകും. നിങ്ങളുടെ വീട്ടിൽ നല്ല ഒരു വണ്ടി മേടിച്ചാൽ മതി, കുറച്ചുപേര് ചുമ്മാ ശത്രുക്കളാവും. ഒന്നും ചെയ്യണ്ട. നിങ്ങളൊരു 2 ഏക്കർ പറമ്പ് മേടിച്ച അപ്പത്തേക്ക് കുറച്ചുപേര് നിങ്ങളോട് മിണ്ടാതാകും. ഒന്നും ചെയ്യണ്ട. ഒരു സ്ഥല കച്ചവടം നടത്തുന്ന ബ്രോക്കർ പറയുക, ഞാനൊരു കച്ചവടം നടത്തിയപ്പോ തന്നെ കുറച്ചുപേര് എനിക്ക് ഭയങ്കര ശത്രുക്കളാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒരു കച്ചവടം നടന്നതാ. ഒരു ബ്രോക്കർ പറയുക, ചുമ്മാ ഒരു സ്ഥല കച്ചവടം നടന്നാൽ മതി, ഇതേ ഫീൽഡിൽ നിൽക്കുന്ന കുറെ പേര് ചുമ്മാ ശത്രുക്കളാണ്. ശത്രുക്കൾ നമ്മൾ പറയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒരു തെറ്റും ചെയ്യാൻ പോയിട്ടില്ല, അവരെന്തിനാ? ചുമ്മാതെ ഉണ്ടാവും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് പറന്ന് ഒരു രാജ്യത്തേക്ക് പോയി എന്ന് കേൾക്കുമ്പോ ചുമ്മാ കുറച്ചു പേര് ശത്രുക്കളാവും. നിങ്ങളൊരു നല്ല വീട് പണിത് കയറിക്കൂടുമ്പം കുറച്ചുപേര് നിങ്ങളോട് മിണ്ടില്ല. എല്ലാവർക്കും ഉണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ.
അപ്പൊ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, ദൈവമേ എല്ലാ വിപത്തുകളിൽ നിന്ന് ആമേൻ. എന്നെ രക്ഷിക്കണം. കാരണം എന്നറിയാമോ, ദൈവവചനം സ്വീകരിക്കുന്ന വ്യക്തി, അത് ആ വ്യക്തിയിൽ വരുന്നത് ഒരു തീയാണ്. ഹല്ലേലൂയ. ബൈബിൾ വചനം ജെറമിയ പ്രവാചകന്റെ പുസ്തകം 23:29 പറയുന്നു, എന്റെ വചനം തീ പോലെയാണെന്ന്. എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ പാറിപ്പറക്കുന്ന ഈച്ച തീയോട് ചങ്ങാത്തം കൂടുന്നത്? തീയോട് ഒട്ടി നിൽക്കുന്നത് പ്രാണികൾ, പറന്നു നടക്കുന്ന പക്ഷികൾ, പ്രാണികൾ തീയോട് ചെങ്ങാത്തം കൂടുന്നതോ തീയോട് പറ്റിച്ചേർന്നിരിക്കുന്നതോ കണ്ടിട്ടില്ല. ഒരിക്കലും പാറിപ്പറന്ന് നടക്കുന്ന പ്രാണികൾ തീയോട് കളിക്കാൻ നിൽക്കത്തില്ല, അത് ഓടിപ്പോവും. അപകടമാണെന്നറിയാം. ദൈവവചനം തീയാണ്. ആ തീ അകത്ത് പറ്റി പിടിക്കുമ്പോ അതെല്ലാ അനർത്ഥങ്ങളിൽ നിന്നും, എല്ലാ വിപത്തുകളിൽ നിന്നും നിന്നെ സംരക്ഷിക്കാനും സൂക്ഷിക്കാനും തുടങ്ങും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കരുത് ജോലി കിട്ടണം, വീട് കിട്ടണം, ആ രാജ്യത്ത് പോകണം, PR ശരിയാകണം. അതിനു മുമ്പ് പ്രാർത്ഥിക്കണം, ദൈവമേ എല്ലാ വിപത്തുകളിൽ നിന്ന് കാത്തോളണം എന്ന്. ഒരാൾ ഇന്നലെ 2 ദിവസം മുമ്പ് പറയുക, ചുമ്മാ ഒരു പനി വന്നതേ ഉള്ളൂ. ഒരു പനി വന്ന് ആശുപത്രി ചെന്ന് മണിക്കൂർ കഴിഞ്ഞ് വണ്ടി ഓടിച്ച് വർത്താനം പറഞ്ഞു പോയ ആളാണ്. പിന്നീട് മരിച്ച ബോഡിയാ വരുന്നേ. ഒരു കുഴപ്പമില്ലായിരുന്നു, അകത്തൊരു രോഗമുള്ള കാര്യം അറിഞ്ഞില്ല, ചെറിയൊരു ശ്വാസം മുട്ട് പോലുള്ളത് അറിഞ്ഞില്ല, ആന്തരിക അവയവങ്ങൾ മുഴുവൻ കേടായിപ്പോയി, അകത്തെ പ്രവർത്തനങ്ങൾ മുഴുവൻ വൈറസ് കയറിയതുപോലെ സ്റ്റക്കായി. ആള് മരിച്ചു. ആരോഗ്യത്തോടെ ഹോസ്പിറ്റലിലേക്ക് പോയതാ, വർത്താനം പറഞ്ഞ് ചിരിച്ച് വണ്ടിയുടെ മുൻസീറ്റിൽ ഇരുന്ന്, ഇന്ന് വൈകുന്നേരം തിരിച്ച് പോകാം, കുഴപ്പമൊന്നുമില്ല, മരുന്ന് മേടിച്ച് പോകാം, അഡ്മിറ്റ് ആകണ്ടെന്നൊക്കെ പറഞ്ഞു പോയ ആളാ പിന്നെ പെട്ടിക്കാത്താ വരുന്നത്, ആംബുലൻസിനാ തിരിച്ചു പോകുന്നത്. നമ്മളെല്ലാ ദിവസവും നമുക്ക് ഇപ്പൊ തന്നെ അതൊന്ന് പ്രാർത്ഥിക്കണം. ഇപ്പോൾ തന്നെ കർത്താവ് എല്ലാ വിപത്തുകളിൽ നിന്നെ രക്ഷിക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവവചനം നിന്നിൽ പറ്റിപ്പിടിക്കുമ്പോൾ അവ നിനക്ക് ദീർഘായുസ് ഉണ്ടാക്കും. ദീർഘായുസ് എങ്ങനെയേലുമുള്ള ദീർഘായുസല്ല, ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്. ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്. കർത്താവെ, ഈ നിമിഷം നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച്, യാബസ് എന്ന് പറയുന്ന മനുഷ്യൻ പ്രാർത്ഥിച്ചു, ദൈവമേ എന്റെ അതിരുകൾ അങ്ങ് അനുഗ്രഹിച്ച് വിസ്തൃതമാക്കിയാൽ മാത്രം പോരാ, എല്ലാ വിപത്തുകളിൽ നിന്ന്, എല്ലാ അപകടങ്ങളിൽ നിന്ന്, എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് എന്റെ ശരീരത്തെയും മനസ്സിനെയും കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു നിമിഷം എന്നെ ശ്രദ്ധിക്കാം. ഒരു നിമിഷം, കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നന്നായി പഠിക്കുന്ന, നല്ല മാർക്കൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു കുഞ്ഞ്, ഇതുപോലെ SLC പരീക്ഷയാണ്. പരീക്ഷയ്ക്ക് 2 ദിവസം മുമ്പ് മുറിയിന്ന് പുറത്തിറങ്ങത്തില്ല. മുറിയിന്ന് പോയിട്ട് ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന്, കിടക്കുന്ന കട്ടിലിൽ നിന്നും മുറിയുടെ പുറത്തിറങ്ങത്തില്ല. മാനസികമായി ഡൗൺ ആയിപ്പോയി. ആ കൊല്ലം പരീക്ഷ എഴുതിയില്ല. എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. സ്കൂളിൽ ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു, ഭയങ്കര മാർക്ക് മേടിക്കും, നല്ല പോലെ മുന്നോട്ട് പോകാൻ പറ്റും എന്നൊക്കെ പ്രവചിച്ചതാ അധ്യാപകരൊക്കെ. പക്ഷേ എന്തോ ഒരു ടെൻഷൻ കയറി. മനസ്സിന്റെ ഒരു ആരോഗ്യം പ്രധാനപ്പെട്ടതാ. മനസ്സ് ഡൗൺ ആയ ഡിപ്രഷൻ എല്ലാം നമ്മളാകെ തളരും. മരുന്നെടുക്കണം, സൈക്കാട്രിസ്റ്റിനെ കാണണം, പിന്നെ നോർമൽ ലൈഫ് മാറാൻ തുടങ്ങി. മനസ്സിന്റെ ആരോഗ്യം, ശരീരത്തിന്റെ ആരോഗ്യം. പ്രാർത്ഥിക്ക്, എല്ലാ വിപത്തുകളിൽ നിന്ന് എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ ജീവിതത്തെ, എന്റെ കുടുംബത്തെ, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ മക്കൾ, എന്റെ സുഹൃത്തുക്കൾ, സകലർക്കും ദൈവമേ ദീർഘായുസ്സും ആരോഗ്യവും വിപത്തുകളിൽ നിന്ന് സംരക്ഷണവും കൊടുക്കണമേ. വിപത്തുകളിൽ നിന്ന് സംരക്ഷണം കൊടുക്കണമേ. എനിക്കങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല, അങ്ങനെ പറയരുത്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ അനുഗ്രഹമാണ് കുഞ്ഞെ നിനക്ക് ദീർഘായുസ്സിനെ നൽകുന്നത്. ചില ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കുന്ന ചിലർ അവരുടെ കുടുംബത്തിനകത്ത് ചില ദുർമരണങ്ങൾ നടന്നിട്ടുള്ളവരാണ്. മൂപ്പെത്താത്ത മരണങ്ങൾ സംഭവിച്ചുകൊണ്ട് വീട്ടിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ മൂപ്പെത്താത്ത മരണങ്ങൾ സംഭവിക്കരുത്. എന്താണ് മൂപ്പെത്താത്ത മരണങ്ങൾ എന്ന് പറഞ്ഞാൽ? ദൈവം തരുന്ന ആയുസ്സിന് മുമ്പേയുള്ള മരണം സംഭവിക്കരുത്. ദൈവം ആയുസ് തന്നിടത്തോളം എനിക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയണം. എല്ലാ വിപത്തുകളിൽ നിന്ന് എന്റെ ശരീരത്തെയും, എന്റെ ആന്തരിക അവയവങ്ങളെയും, എന്റെ ഹൃദയം, എന്റെ ഉദരം, എന്റെ കിഡ്നി, പാൻക്രിയാസ്, എന്റെ ബ്ലഡ്, എല്ലാ കാര്യങ്ങളും, എന്റെ ഹാർട്ട്, എന്റെ കരൾ, എല്ലാ അവയവങ്ങളും ദൈവമേ അകത്ത്
ഇന്നത്തെ അവയവങ്ങൾ ദൈവമേ കാത്തു സൂക്ഷിക്കണമേ. മാരകമായ രോഗപീഠകളിൽ നിന്ന് പോലും എനിക്ക് സംരക്ഷണം തരണമേ. കീറി മുറിക്കത്തക്ക വിധം ഓപ്പറേഷന് അഡ്മിറ്റ് ആകേണ്ട വിധത്തിൽ ഒരു അസുഖവും എനിക്കോ എന്റെ കുടുംബത്തിൽ ആർക്കുമോ വരുവാൻ ഇടയാകരുതേ. എല്ലാ വിപത്തുകളിൽ നിന്ന് രക്ഷിക്കണമേ. എല്ലാ വിപത്തുകളിൽ നിന്ന് രക്ഷിക്കണമേ. എന്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ. അനുഗ്രഹിച്ച് വിസ്തൃതമാക്കണമേ. ഒന്ന് കരങ്ങളെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടു കരങ്ങളും സാധ്യമെങ്കിൽ ഉയർത്തിപ്പിടിച്ച് ഈ പ്രാർത്ഥനയൊന്ന് ഏറ്റെടുത്ത് ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യമുള്ള ഒരു കുടുംബജീവിതം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിപത്തുകളിൽ ഇനി ജനത്തെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പറയുന്നു, എന്റെ മകനെ, എന്റെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കട്ടെ. അവ നിനക്ക് ദീർഘായുസിനെ നൽകും. അവ നിനക്ക് ദീർഘായുസ് നൽകും. ആ കരങ്ങളെ ഉയർത്തി ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം ഈ ജനത്തിന്റെ മേൽ അങ്ങ് വർഷിക്കണമേ. എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ തലമുറയെ കാത്തുകൊള്ളണമേ. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പാടിയേ. എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. എന്നെ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേ. കണ്ണിൻ മണി പോലെ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. പിന്നെയോ തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. ഒന്ന് പറഞ്ഞ് എല്ലാവരും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. ഇനിയിപ്പോ നിങ്ങൾ ഇന്ന് കേട്ട വചനം എല്ലാ പ്രായത്തിലുള്ളവരും ശ്രദ്ധിക്കേണ്ടതാണ്. ചിലർ പറയില്ലേ, എൻ്റെ മകള് മിടുക്കിയാകേണ്ട ആളായിരുന്നു, പക്ഷെ എന്നറിയില്ല, പെട്ടെന്ന് രോഗമായി. അങ്ങനൊന്നും കേൾക്കാൻ ഇടയാകരുത്. രക്ഷപ്പെടാൻ ഭാഗ്യമുള്ള ഒരാളാണോ, ആ ലക്ഷ്യത്തിൽ അവരെത്തണം. അതിന് ഒരു വിപത്തോ ആപത്തോ അനർത്ഥമോ ഒന്നും വരാൻ പാടില്ല. ഇന്ന് തൊട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇനിയിപ്പം നോമ്പുകാലമൊക്കെ വരാൻ പോവുകയാണ്. 50 നോമ്പൊക്കെ വരാൻ പോവുകയാണ്. നോമ്പുകാലമാണ്. അങ്ങനെ തന്നെ എൻ്റെ പേര്, നോമ്പുകാലം. നിങ്ങൾ നോമ്പെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു പ്രാർത്ഥന നിയോഗത്തോടെ വെക്കണം. എല്ലാ വിപത്തുകളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വേണം കേട്ടോ, ഇങ്ങനെയൊക്കെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ. എല്ലാവരും എല്ലാ ഭക്ഷണവും കഴിച്ച് സാധാരണ പോലെ ജീവിച്ചാൽ അതിൽ കഥയില്ല. ചില അനുഗ്രഹങ്ങൾ നമ്മളിൽ യാഥാർത്ഥ്യമാകാൻ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമാണ് നോമ്പൊക്കെ. ആരെങ്കിലും പറഞ്ഞുകൊണ്ട് ആരും നോമ്പെടുക്കരുത്. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ പ്രചോദനം കിട്ടുന്നെങ്കിൽ നല്ലൊരു നോമ്പൊക്കെ എടുക്കാൻ തയ്യാറാവുക. ഞാൻ നിങ്ങളെ ഒരു കാര്യം അറിയിക്കുകയാണ്. മാർച്ച് മാസം 12-ാം തീയതി മുതൽ 21-ാം തീയതി വരെ ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥന നടത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ മാർച്ച് മാസം നോമ്പുകാലത്തിൻ്റെ ഇടസമയത്തെ 10 ദിവസങ്ങൾ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹമുള്ളവർക്ക് അതിൽ പങ്കെടുക്കാം. കാരണം ഒരു കാര്യം അറിയിക്കുകയാണ്. ഞാൻ ഇവിടെ വന്ന എല്ലാ സാക്ഷ്യങ്ങളും കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ലഭിച്ചത് എങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണെന്നറിയാമോ? ഉപവാസ നിയോഗ പ്രാർത്ഥനയിലാണ്. ഇത് ഞാൻ ആദ്യം കണ്ടുപിടിച്ച ഞാനല്ല, മറ്റൊരച്ഛനാണ് എന്നോട് പറഞ്ഞത്. അച്ഛാ, നിയോഗ പ്രാർത്ഥന അനുഗ്രഹമാ, പക്ഷെ ഉപവാസ നിയോഗ പ്രാർത്ഥനയാ ജനത്തിന് ശരാശരി കണക്ക് നോക്കുമ്പം അനുഗ്രഹങ്ങളുടെ അളവ് കൂടി കൂടി കിട്ടിയത്.
വിചാരിക്കാത്ത വിധത്തിൽ ചില കാര്യങ്ങൾ നടന്നത് ഉപവാസത്തോടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ്. അപ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കണം. മാർച്ച് മാസം 12-ാം തീയതി മുതൽ 21-ാം തീയതി വരെ ഉപവാസത്തോടെ ഞങ്ങൾ നിയോഗ പ്രാർത്ഥന നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളും അതിനു വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കണം. ഇനി അടുത്ത കാര്യം, ഇപ്പോൾ നമ്മൾ കേട്ട ഒരു കാര്യമുണ്ട്, എല്ലാ വിപത്തുകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. സമ്പത്തുണ്ടാക്കി വീട് മേടിച്ചു, വീട്ടിൽ 4-5 കാറും മേടിച്ചു, അപ്പോഴാണ് അറിയുന്നത് രോഗിയായി, ആശുപത്രിയിലായി. അങ്ങനെയല്ല, അതിരുകൾ വിസ്തൃതമാക്കണം. ഒപ്പം ആരോഗ്യമുള്ളൊരു ശരീരവും ആരോഗ്യമുള്ളൊരു മനസ്സും ദീർഘായുസ്സും കൂടി ദൈവമേ എനിക്ക് തരണമേ. ഞങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതൊരു ദിവസം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയല്ല, എല്ലാ ദിവസവും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഭാഗമാകണം. ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ.